ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ഹിസ്റ്ററി ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട എസ്സേകളാണ് കേട്ടോ. എസ്സേ എന്ന് പറയുമ്പോൾ 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും പറയുന്നുണ്ട്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. പിന്നെ ഇതാ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ചാപ്റ്ററിൻ്റെ പേരുകളാണ് കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് പറയാം. 7ാമത്തെ പാഠത്തിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ആദ്യം ക്രിസ്മസ് പരീക്ഷയുടെ പോർഷൻസിൽ നിന്നാണ് എസ്സേ ചോദ്യങ്ങൾ പറയുന്നത്. എന്നിട്ട് അവസാനം നമ്മുടെ ഓണപരീക്ഷയുടെ പോർഷൻസിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള എസ്സേ ചോദ്യങ്ങളോട് പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിലൊക്കെ ഓണപരീക്ഷയുടെ ചോദ്യങ്ങളൊക്കെ കുറേ അധികം വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൂടി ഇനി പഠിച്ചു പോയാൽ നമുക്ക് എന്താ പറയുക നല്ല മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ 7ാമത്തെ പാഠം മുതലാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. എങ്കിലും നമ്മൾ ബാക്കിലോട്ടുള്ളതെല്ലാം പഠിക്കേണ്ടതുണ്ട്. എങ്കിലും നമുക്കൊരു ഇത് നമുക്ക് നോക്കാം. 7ാമത്തെ പാഠത്തിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് റോയൽ സെൻറ്ററും സാക്രഡ് സെൻറ്ററും എന്ന് പറയുന്നത്. രാജകീയ കേന്ദ്രവും വിശുദ്ധ കേന്ദ്രവും നമുക്ക് മലയാളത്തിൽ പറയാം. ഓക്കെ, ഇത് നമ്മുടെ വിജയനഗര എംപയർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പാഠം പഠിക്കുന്നില്ല, 7ാമത്തെ പാഠം, അതിനകത്തുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. റോയൽ സെൻറ്ററും സാക്രഡ് സെൻറ്ററും അഥവാ രാജകീയ കേന്ദ്രം അതിൻ്റെ വിശുദ്ധ കേന്ദ്രം എന്ന് നമുക്ക് പറയാം. ഈ റോയൽ സെൻറ്ററിനെ പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നോക്കൂ, പഹാര്യാസം സന്താൾസും. ഓക്കെ, ഇത് നമ്മുടെ 10ാമത്തെ പാഠത്തിലുള്ള ഒരു എസ്സേ ടോപ്പിക്കാണ്. പഹാര്യാസം സന്താൾസും എന്ന് പറയുമ്പോൾ പഹാര്യാസും സന്താളന്മാരും എന്ന് നമുക്ക് മലയാളത്തിൽ അതുപോലെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു കഥ പോലെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. എല്ലാവരും പഠിക്കുക. ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ എസ്സേക്ക് ചോദിക്കുന്ന ഒരു എസ്സേ ടോപ്പിക്കാണ് കേട്ടോ. എസ്സേക്ക് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലേ, അതിനകത്ത് വരാനും ചാൻസ് ഉണ്ട്. ഇനി നോക്കൂ, ഡെക്കാൻ റൈറ്റ് 10ാമത്തെ ചാപ്റ്റർ തന്നെ അവസാന ഭാഗത്ത് വരുന്നൊരു വലിയൊരു എസ്സേ ടോപ്പിക്കാണ് ഡെക്കാൻ റൈറ്റ് എന്ന് പറയുന്നത്. അതിന് ഡെക്കാൻ റൈറ്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പൂന റിവോൾട്ട് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സൂപ്പ റിവോൾട്ട് എന്ന് ചോദിക്കാം. ഓക്കെ, പിന്നെ മലയാളത്തിൽ നമുക്ക് ഡെക്കാൻ കലാപം, പൂന കലാപം, സൂപ്പ കലാപം എന്നൊക്കെ നമുക്ക് മലയാളത്തിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മൂന്നിൽ ഏത് പേര് ചോദിച്ചാലും നമ്മൾ എഴുതേണ്ട കണ്ടന്റ് ഒന്ന് തന്നെയാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക, ഡെക്കാൻ കലാപം എന്ന് പറഞ്ഞിട്ട് കുറേ സബ് ടോപ്പിക്സ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ഓരോ എസ്സേ ടോപ്പിക്കിനകത്തും ഏതൊക്കെ സബ് ടോപ്പിക്കുകൾ വെച്ചിട്ടൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്തെല്ലാം ഞാൻ ഇത് ഉൾപ്പെടെയുള്ള ടോപ്പിക്സുകളെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ ഷുവർ ക്വസ്റ്റ്യൻസും നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ കൃത്യമായിട്ട് എസ്സേ മാത്രം ഒന്ന് റാൻഡമായിട്ട് എന്താണ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എസ്സേ പെട്ടെന്ന് നോക്കി പഠിക്കാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി 11ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുമ്പോൾ 1857 കലാപത്തെക്കുറിച്ചിട്ട് 1857 റിവോൾട്ടിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് സബ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ പല രീതിയിലും വരാറുണ്ട്, ഹിൻഡ് കൊടുത്തിട്ടാണ് വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് അത് ഏതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം കേട്ടോ. എന്തായാലും ഈ ഒരു റിവോൾട്ട് നമുക്ക് ഉറപ്പായിട്ടും നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്കാണ് ഇത് കൂടുതലും ചോദിച്ചൊക്കെ കണ്ടിട്ടുള്ളത്. സോ 1857 റിവോൾട്ട് എല്ലാവരും തന്നെ പഠിച്ചിട്ട് പോവുക. പിന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഗാന്ധിജിയുടെ ചാപ്റ്റർ. 12ാമത്തെ പാഠം പഠിക്കുന്നുണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ഒട്ടുമിക്ക എല്ലാം നമുക്ക് എസ്സേക്ക് ചോദിക്കാറുണ്ട്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനം, സോൾട്ട് സത്യാഗ്രഹം അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ മീൻസ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് തന്നെയാണ്. ഇതൊക്കെ എന്താണെന്നറിയോ, നമുക്ക് ഇത് ഏതെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക്കലി ചോദിക്കുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ്. പക്ഷേ ഹിൻഡ് കൊടുത്തിട്ടുണ്ടാവും, സോൾട്ട് സത്യാഗ്രഹം കൂടി എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ കൂടി എഴുതാൻ വേണ്ടിയിട്ട്. അതും അല്ലെങ്കിൽ നമ്മുടെ ഗാന്ധിജിയുടെ ഏർലി സത്യാഗ്രഹം ഉണ്ടല്ലോ, ആദ്യകാലത്ത് ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹങ്ങളായിട്ടുള്ള ചമ്പാരൻ, കേദ, അഹമ്മദാബാദ്, അതും ചിലപ്പോൾ ഇതിനോടൊപ്പം ഹിൻറ്റുകളായിട്ട് സബ് ടോപ്പിക്കായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എല്ലാം പഠിച്ചാലേ നമുക്ക് ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഗാന്ധിജിയുടെ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ എന്തായാലും എഴുതേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. അത് ഉറപ്പായിട്ടും ചാൻസ് ഉള്ളതാണ് കേട്ടോ, പ്രത്യേകിച്ച് ക്രിസ്മസ് എക്സാമിനൊക്കെ കേട്ടോ. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് എക്സാമിന് ഗാന്ധിജിയുടെ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ മസ്റ്റായിട്ടും ചോദിക്കുന്നതാണ്. നമ്മൾ ആദ്യം ഹാരപ്പൻ സിവിലൈസേഷൻ പഠിച്ചിട്ടില്ലേ, അതുപോലെ ചോദിക്കുന്നതാണ്. എന്താ പറയുക, ഗാന്ധിജിയുടെ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ ചോദിക്കാറുണ്ട്. സോ ഈ ടോപ്പിക്സുകളെല്ലാം എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഈസിയാണ്, കൊച്ചു ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ, കുറേ കൂടി എക്സ്പ്ലെയിൻ ആയിട്ട് പഠിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഓണപരീക്ഷയുടെ റിവിഷനിലോട്ട് പോകുമ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാരപ്പൻ സംസ്കാരം നമുക്ക് ഓണപരീക്ഷ ആണെങ്കിലും നമുക്ക് എന്താ പറയുക, പൊളിറ്റിക്കൽ സയൻസിനൊക്കെ നിങ്ങൾക്ക് ഓണപരീക്ഷ എന്നുള്ളതൊക്കെ എസ്സേക്ക് വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഹിസ്റ്ററിക്കും പ്രതീക്ഷിക്കാം. ഹാരപ്പൻ സംസ്കാരം എല്ലാവരും പഠിച്ചിട്ട് പോവുക. 1ാമത്തെ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ആദ്യമേ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇനി നോക്കൂ, മൗര്യൻ എംപയറിനെ പറ്റിയിട്ട് നമുക്ക് എസ്സേ ചോദിക്കാറുണ്ട്. 2ാമത്തെ പാഠത്തിലാണ് മൗര്യൻ എംപയർ വരുന്നത്, മൗര്യ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ മൗര്യൻ എംപയറിൽ അത് നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ അവരുടെ ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. മിലിറ്ററി എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യം. ഓക്കെ, രാജാക്കന്മാരുടെ പേരും അങ്ങനെയുള്ള വിവരങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നതാണ് ആൽബെറൂണി ഇബൻ ബത്തുത്ത ബർണിയർ. ഇത് മൂന്നും കൂടി ഒരുമിച്ച് ചോദിച്ചില്ല എന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരാളുടേതായിരിക്കും മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും. ചിലപ്പോൾ മൂന്നും കൂടി ഒരുമിച്ച് ചോദിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരാളെ പറ്റിയിട്ട് എസ്സേക്ക് ചോദിക്കാം. ഇനി നമുക്കിപ്പോൾ
ഇത് ഓണം റിലേറ്റഡ് ടോപ്പിക് ആയതുകൊണ്ട് മേ ബി ചിലപ്പോൾ 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ഷോർട്ടസ്റ്റ് ആയിട്ടും വരാൻ ചാൻസ് ഉണ്ട് ഇതിൽ ആരെങ്കിലും ഒക്കെ. അതുകൊണ്ട് ഇനി ഇത് മൂന്നും നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണം. നമുക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ. എസ് എ ടോപ്പിക്കാണ്, യൂഷ്വലി ഇത് എസ് എക്ക് ചോദിക്കുന്ന ടോപ്പിക്സുകളാണ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. 3 പേരിൽ ആരെങ്കിലും കുറിച്ച് ചെയ്താൽ. മലയാളത്തിലും ഇത് തന്നെയാണ് കേട്ടോ പറയുന്നത്. അതാണ് ഞാൻ ഇംഗ്ലീഷിൽ മാത്രം എഴുതിയിട്ടുള്ളത്. അൽബെറൂണി, ഇബൻ ബത്തൂത്ത, ബർണിയർ. ഓക്കെ, ഇനി ഭക്തി മൂവ്മെൻറ്റിനെ പറ്റിയിട്ട് നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, ഭക്തി പ്രസ്ഥാനം. ഓക്കെ, ഇത് നമ്മുടെ എസ് എ ടോപ്പിക്കാണ് കേട്ടോ. ഈ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇതിനകത്ത് ആൽവാസിനെ പറ്റിയിട്ട്, നായനാസിനെ പറ്റിയിട്ട്, വീരശൈവനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ എഴുതിയാലാണ് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. യൂഷ്വലി എസ് എക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് എസ്സേക്കും പ്രതീക്ഷിക്കാം, ക്രിസ്മസ് എക്സാം ഒക്കെ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മസ്റ്റായിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോവുക. റോയൽ സെൻറ്റർ, സാക്രഡ് സെൻറ്റർ, രാജകീയ കേന്ദ്രം, വിശുദ്ധ കേന്ദ്രം, വഹാര്യാസ സന്താളന്മാരും, ഡെക്കാൻ കലാപം അല്ലെങ്കിൽ പൂന കലാപം, സൂബ കലാപം എന്ന് ചോദിക്കാം. 1857 കലാപത്തെ പറ്റിയിട്ട് എല്ലാവരും പഠിക്കണം. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം, സാൾട്ട്, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, പിന്നെ ഹാരപ്പൻ സംസ്കാരം, മൗര്യ സാമ്രാജ്യം, പിന്നെ അൽബുറുണി, ഇബൻ ബത്തൂത്ത അല്ലെങ്കിൽ ബർണിയറിനെ കുറിച്ച് ആരെങ്കിലും ഒക്കെ നമുക്ക് ചോദിക്കാം. അത് 3 നമ്മൾ കവർ ചെയ്തിട്ട് പോകണം. ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് പഠിക്കുക. ഒരു കാര്യം ഞാൻ അവിടെ പറയാൻ വിട്ടുപോയി, വേറെ ഒന്നുമില്ല, നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് എസ്സേ ചോദ്യമുണ്ട്. അഡീഷണൽ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഗൾ എംപയറിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നില്ല, ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അതായത് ആ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും അവസാനം വരുന്ന ടോപ്പിക്കാണ് നമുക്ക് എസ്സേക്ക് ചോദിക്കുന്നത്. വളരെ നിർബന്ധമായിട്ട് എല്ലാവരും പഠിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കോൺട്രിബ്യൂഷൻ ടു ദ കൾച്ചറൽ പ്ലൂറാലിറ്റി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ചോദിക്കാം കോൺട്രിബ്യൂഷൻസ് ഓഫ് മുഗൾസ് ഇൻ ദ കൾച്ചറൽ ലൈഫ് ഓഫ് ഇന്ത്യ. PYQസിൽ വന്നിട്ടുള്ള രീതിയിലുള്ളതാണ് കേട്ടോ. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തിൽ എന്താണ് മുഗളന്മാർ നൽകിയ സംഭാവനകൾ ഏതൊക്കെയാണെന്ന് എസ് എക്ക് ചോദിക്കാം. ഇതെല്ലാവരും മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്കാണ്. കാരണം നമുക്ക് ഉറപ്പായിട്ട് ഇത് ക്രിസ്മസ് എക്സാമിനൊക്കെ PYQസിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ചോദ്യമാണ്. പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ചോദ്യം കൂടിയാണ്. ഓക്കെ, എല്ലാവർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. നോക്കൂ, കോൺട്രിബ്യൂഷൻ ടു ദ കൾച്ചറൽ പ്ലൂറാലിറ്റി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് മുഗൾസ് ഇൻ ദ കൾച്ചറൽ ലൈഫ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്താ പറയുക, ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തിൽ മുഗളന്മാർ നൽകിയ സംഭാവനകൾ. ഞാൻ ഒന്നുകൂടി പറയുന്നു, അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ പാഠം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് നമ്മുടെ മുഗൾ എംപയറിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ചാപ്റ്റർ, ക്രോണിക്കിൾസിനെയൊക്കെ കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. അതെ, ആ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് ഈ ഒരു എസ്സേ വരുന്നത്. അപ്പോൾ ഇതെല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് വരിക. ഈ ക്രോണിക്കിൾസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ മലയാള പദം വൃത്താന്തങ്ങൾ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ അഡീഷണൽ ടെക്സ്റ്റിൽ 1ാമത്തെ പാഠം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ലാസ്റ്റ് ടോപ്പിക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് ടോപ്പിക്ക്. അപ്പോൾ എന്താ ചെയ്യുക, ഇതും എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കുക, ഇത് മസ്റ്റായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മുടെ ഈ റോയൽ സെൻറ്ററും സാക്രഡ് സെൻറ്ററും അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക 1857 ഗാന്ധിജിയുടെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ അഡീഷണൽ ടെക്സ്റ്റിൽ കാണിച്ച ആ ഒരു ടോപ്പിക്കും ഹാരപ്പൻ സിവിലൈസേഷനും, ഇതൊന്നും ആരും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മസ്റ്റായിട്ടും എല്ലാവരും പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന എസ് എ ടോപ്പിക്കൽ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇനി നമ്മുടെ 1 മാർക്ക് 2 മാർക്ക് 4 മാർക്ക് അങ്ങനെ ഷോർട്ട് എസ്സേ ആയിട്ടും ഈ എസ് എ ചോദ്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ഓരോന്നിലും എന്തൊക്കെ എഴുതണം എന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ലോങ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ എന്താ പറയുക, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാനത് അപ്ലോഡ് ആക്കുന്നതായിരിക്കും. എല്ലാവരും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. എന്താണ്, ഇതിലിപ്പോൾ ഞാൻ എസ്സേസ് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞ വീഡിയോയ്ക്കകത്ത്, ഇനി ഇടുന്ന വീഡിയോയ്ക്കകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അതിലൂടെ കിട്ടും കേട്ടോ. മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഞാൻ നോട്ടെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിനി ഷൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അതെല്ലാം ഇനി പിറകെ വരുന്നുണ്ട്. സോ എല്ലാവരും ഒന്ന് എന്താ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതെല്ലാം നിങ്ങൾ പഠിച്ച് തുടങ്ങിക്കോളൂ കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പഠിച്ച് തുടങ്ങിക്കോളൂ. താങ്ക് യു.